ഭാരതത്തിന്റെ സുരക്ഷാ നയതന്ത്ര രംഗത്ത് വീണ്ടും കനൽ കോരിയിട്ടുകൊണ്ട് ഇന്ത്യ പാക് വാക്പോര് പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. പശ്ചിമബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയെ ലക്ഷ്യമിടുമെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ അപ്രതീക്ഷിതവും പ്രകോപനപരവുമായ പരാമർശം ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായി ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നൽകിയ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെടുമെന്ന രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ കേവലം ഒരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് മാറിയ ഇന്ത്യയുടെ പ്രതിരോധ നയത്തിന്റെ വ്യക്തമായ പ്രഖ്യാപനമായാണ് വിലയിരുത്തപ്പെടുന്നത്. സിയാൽകോട്ടിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവെയാണ് ഖ്വാജ ആസിഫ് കൊൽക്കത്തയെ ഭീഷണിപ്പെടുത്തിയത്. ഇന്ത്യ ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷന്, അതായത് വ്യാജ ആക്രമണം ആസൂത്രണം ചെയ്ത് കുറ്റം മറ്റൊരാളിൽ ചുമത്തുന്ന രീതി, അതിന് ശ്രമിച്ചാൽ പാകിസ്ഥാൻ അതിന്റെ പ്രത്യാഘാതം കൊൽക്കത്ത വരെ എത്തിക്കുമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഇത്തരം പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണെന്ന് ഇന്ത്യ കരുതുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഭീഷണിയെ ഗൗരവത്തോടെയാണ് ഡൽഹി കാണുന്നത്. ഒരു പ്രധാന ഇന്ത്യൻ മെട്രോ നഗരത്തെ നേരിട്ട് പരാമർശിച്ചുകൊണ്ടുള്ള ഈ ഭീഷണി സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ നയതന്ത്ര പ്രകോപനങ്ങളിൽ ഒന്നാണ്. ഈ വെല്ലുവിളിക്ക് ബരക്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വെച്ചാണ് രാജ്നാഥ് സിംഗ് കൃത്യമായ മറുപടി നൽകിയത്. 1971 യുദ്ധത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. അന്ന് ഇന്ത്യയുമായി കൊമ്പുകോർത്തപ്പോൾ പാകിസ്ഥാൻ രണ്ടായി വിഭജിക്കപ്പെട്ടുവെന്നും ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം പിറന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബംഗാളിനെ ലക്ഷ്യം വെക്കാൻ മുതിർന്നാൽ ഇത്തവണ പാകിസ്ഥാൻ എത്ര കഷണങ്ങളായി ചിതറിപ്പോകുമെന്നത് ദൈവത്തിന് മാത്രമേ അറിയൂ എന്ന രാജ്നാഥ് സിംഗിന്റെ പ്രസ്താവന ഇസ്ലാമാബാദിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു താക്കീതാണ്. ചരിത്രം ആവർത്തിക്കപ്പെടുമെന്ന ഈ മുന്നറിയിപ്പ് പാകിസ്ഥാന്റെ സൈനിക നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്നതാണ്. ഈ വാക്പോരുകൾക്ക് പിന്നിൽ അടുത്ത കാലത്തുണ്ടായ സൈനിക നീക്കങ്ങളുടെ വലിയൊരു പശ്ചാത്തലമുണ്ട്. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ ടൂറിസ്റ്റുകൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നീക്കം പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തിരുന്നു. വെറും 22 മിനിറ്റുകൾക്കുള്ളിൽ പാക് മണ്ണിലെ 9ഓളം ഭീകര താവളങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യത്തിന്റെ നടപടി ഇന്നും പാകിസ്ഥാന്റെ മുറിവായി അവശേഷിക്കുന്നു. ആ യുദ്ധസമാനമായ സാഹചര്യം ഒരു താൽക്കാലിക വെടിനിർത്തലിൽ അവസാനിച്ചുവെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ ഇന്ത്യൻ സൈന്യത്തിന്റെ ജാഗ്രതയെയാണ് വെളിപ്പെടുത്തുന്നത്. ഭാരതം ഇന്ന് പഴയതുപോലെയല്ലെന്ന് ഈ പ്രസ്താവനകൾ അടിവരയിടുന്നു. ദശകങ്ങളായി ഇന്ത്യ പിന്തുടർന്നിരുന്ന തന്ത്രപരമായ മിതത്വം എന്ന നയം ഇന്ന് സജീവമായ പ്രതിരോധം എന്ന പാതയിലേക്ക് മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടർന്നാൽ അതിൻ്റെ പ്രഭവ കേന്ദ്രത്തിൽ തന്നെ കയറി ആക്രമിക്കുമെന്ന ഇന്ത്യയുടെ നയം ഇന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. സർജിക്കൽ സ്ട്രൈക്കുകൾക്കും ബാലാകോട്ട് വ്യോമാക്രമണത്തിനും ശേഷം ഇന്ത്യയുടെ പ്രതിരോധ രീതികളിൽ വന്ന വലിയ മാറ്റമാണിത്. ശത്രുവിൻ്റെ ഭീഷണിക്ക് കാത്തു നിൽക്കാതെ കൃത്യമായ പ്രത്യാക്രമണം നടത്താൻ ഇന്ത്യ സജ്ജമാണെന്ന സന്ദേശം ഈ വാക്പോരിലൂടെ ഒരിക്കൽ കൂടി ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാൻ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ പാകിസ്ഥാൻ തങ്ങളുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ അഫ്ഗാനിസ്ഥാനുമായി ഒരു യുദ്ധം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയുമായുള്ള പ്രതിരോധ കരാറുകൾ പ്രകാരം ഇറാൻ യുദ്ധത്തിൽ ഇടപെടേണ്ടി വരുമോ എന്ന ഭയമാണ് പാകിസ്ഥാനെ ഇത്തരം നീക്കങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത്. ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ കൊൽക്കത്തയെ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് തങ്ങളുടെ ആഭ്യന്തര ജനതയെ പ്രീണിപ്പിക്കാനും സൈന്യത്തിന്റെ ആത്മവീര്യം നിലനിർത്താനുമുള്ള ശ്രമമായി മാത്രമേ കാണാൻ കഴിയൂ. പാകിസ്ഥാൻ നിരന്തരം ഉന്നയിക്കുന്ന ഫാൾസ് ഫ്ലാഗ് എന്ന ആരോപണത്തെ ഇന്ത്യ പാടെ തള്ളിക്കളയുകയാണ്. ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മുൻകൂട്ടി മാറ്റാനുള്ള ഒരു പുകമറയായിട്ടാണ് ഈ വാദത്തെ ഇന്ത്യ കാണുന്നത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാക് പിന്തുണയുള്ള ഭീകര സംഘടനകളാണെന്ന് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും അത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത പാകിസ്ഥാന്റെ ഇരവാദം ഇനി ആഗോളതലത്തിൽ വിലപ്പോകില്ലെന്ന് ഡൽഹി ഉറച്ചു വിശ്വസിക്കുന്നു. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് പോകില്ലെന്ന ഇന്ത്യയുടെ നിലപാട് 2026 മാറ്റമില്ലാതെ തുടരുന്നു. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യവും ഈ പ്രസ്താവനയെ സ്വാധീനിച്ചിട്ടുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊൽക്കത്തയെ ലക്ഷ്യം വെച്ചിട്ടുള്ള പാക് ഭീഷണിക്ക് അതേ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് തന്നെ മറുപടി നൽകിയത് BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ്. തൃണമൂൽ കോൺഗ്രസ് ഗവൺമെന്റ് പാക് ഭീഷണിക്കെതിരെ മൗനം പാലിക്കുന്നുവെന്ന് ആരോപിച്ച രാജ്നാഥ് സിംഗ് രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രതികരിക്കേണ്ട ആവശ്യമില്ലെന്നും തന്റെ മറുപടി തന്നെ അന്തിമമാണെന്നും വ്യക്തമാക്കിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആത്മവിശ്വാസമാണ് പ്രകടമാക്കുന്നത്. ബംഗാളിന്റെ വികാരവും രാജ്യത്തിന്റെ അഭിമാനവും ഒരേപോലെ സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകി. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ സംഘർഷം ദക്ഷിണേഷ്യയുടെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് പല അന്താരാഷ്ട്ര നിരീക്ഷകരും
കരുതുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ്. ആക്രമിക്കാൻ ഇന്ത്യ മുതിരില്ല. എന്നാൽ ആക്രമിക്കപ്പെട്ടാൽ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. 2026 ഈ വാക്പോര് ഒരു പുതിയ ശീതയുദ്ധത്തിൻ്റെ സൂചനയാണോ അതോ അതിർത്തിയിലെ വരാനിരിക്കുന്ന വലിയൊരു സൈനിക നീക്കത്തിൻ്റെ മുന്നോടിയാണോ എന്നത് വരും മാസങ്ങളിൽ വ്യക്തമാകും. എങ്കിലും കൊൽക്കത്തയെ തൊടാൻ ശ്രമിച്ചാൽ പാകിസ്ഥാൻ ചരിത്ര പുസ്തകത്തിലെ വെറുമൊരു ഓർമ്മയായി മാറിയേക്കാവുന്ന ഇന്ത്യയുടെ താക്കീത് ഏഷ്യൻ മേഖലയിലെ ശക്തി സന്തുലിതാവസ്ഥയെ പുനർനിർണ്ണയിക്കുന്ന ഒന്നാണ്. അവസാനമായി രാജ്നാഥ് സിംഗിന്റെ ഈ വാക്കുകൾ പാകിസ്ഥാനിലെ ജനതയ്ക്കും ഭരണകൂടത്തിനും നൽകുന്ന സന്ദേശം ലളിതമാണ്. അയൽ രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദ്വേഷം വിതയ്ക്കുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്തിൻ്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ബുദ്ധി. ഇനിയും പ്രകോപനപരമായ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയാൽ അത് പാകിസ്ഥാന്റെ ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കാം. ഭാരതം ഇന്ന് സുശക്തമായ നേതൃത്വത്തിന് കീഴിൽ ഏത് വെല്ലുവിളിയെയും നേരിടാൻ സർവ്വസജ്ജരായി നിൽക്കുകയാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ വിദേശ നയം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ഇത്തവണത്തെ വിഭജനം 1971 ദാരുണമായിരിക്കുമെന്ന് ഉറപ്പാണ്. ജാഗ്രതയോടെയും കരുതലോടെയും ഇന്ത്യ തൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നത് തുടരുമ്പോൾ പാകിസ്ഥാന്റെ ഓരോ ഭീഷണിയും അവർക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു യുദ്ധം ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഒരു തോൽവി ഇന്ത്യക്ക് അന്യവുമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.